നാരായണ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പ്രഥമോധ്യായ ഒന്നാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു. 7-ാമത്തെ ഭാഗം. കോ വാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേഡ്യകർമ്മണ ശുദ്ധികാമോ ന ശൃണുയാത് യശ കലിമലാപഹം. പുണ്യശ്ലോക ഈഡ്യകർമ്മണ, പുണ്യശ്ലോകങ്ങളാൽ വാഴ്ത്തുക, സ്തുതിക്കുക, ഇങ്ങനെയുള്ള കർമ്മം അത് ചെയ്യുന്നത് ആൾക്കാർ ഭഗവതഃ തസ്യ, ആ ഭഗവാനായിട്ടുള്ള ഭക്തന്മാർ ഭഗവാനെ വാഴ്ത്തുകയാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ കലിമലാപഹം, കലിദോഷം, മലം അതിൻ്റെ ഏറ്റവും ചീത്ത ഭാവം, അപഹം അതിനെ ഇല്ലാണ്ടാക്കുക എന്ന ആ ഭാവം. അപ്പോൾ കലിമലത്തെ നശിപ്പിക്കുന്നതായ യശസ്സിനെ, ഭഗവാന്റെ യശസ്സിനെ വാഴ്ത്തി പുണ്യശ്ലോകൻ്റെ ഈഡനം ചെയ്യുക, സ്തുതിക്കുക. അത് കർമ്മമാണ്. അപ്പോൾ സ്തുതിക്കൽ ഒരു കർമ്മമാണ്. ഭഗവാനെ സ്തുതിക്കൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്തോത്രങ്ങൾ ചെയ്യുന്നത്? ഭഗവതഃ തസ്യ കലിമല അപഹം യശഃ, ഭഗവാന്റെ യശസ്സിനെ ഇപ്രകാരത്തിൽ സ്തുതിക്കുമ്പോൾ കലിദോഷങ്ങളെ തീർക്കാൻ സാധിക്കും. ഭഗവാന്റെ യശസ്സിനെയാണ് കീർത്തിക്കുന്നത്. കലിദോഷം നമ്മളെ ബാധിക്കാതിരിക്കാനാണ് അത് ചെയ്യണത്. ശുദ്ധികാമഹ, ശുദ്ധികാമന്മാരായിട്ടുള്ള ജീവന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ സ്തുതി ചെയ്യുന്നത്. കഹ ന ശൃണുയാത്, അത് അങ്ങനെ ചെയ്യുന്നത് ആരാണ് കേൾക്കാതിരിക്കുക എന്നാണ്. കഹ വ ഭഗവതഃ തസ്യ, കഹ ആര്, വ അങ്ങനെയാണോ ഇങ്ങനെയാണോ, അങ്ങനെയല്ലേ, വ ഭഗവതഃ തസ്യ, ഭഗവാന്റെ ഭഗവതഃ തസ്യ, ഭഗവാന്റെ തന്നെയായി ഭഗവതഃ തസ്യ, ഭഗവാന്റെ പുണ്യശ്ലോക, കാരണം ഭഗവാന്റെ വിശേഷണമാണ്. ധാരാളം പുണ്യങ്ങൾ ഭഗവാൻ ഈ പുണ്യം ആർജിച്ചതായിട്ടുള്ള ഭക്തന്മാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്, വരമായിട്ട് അനുഗ്രഹമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഥകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഭഗവാനെ പല പല സൂക്തങ്ങളെ കൊണ്ടായാലും മൂലമന്ത്രങ്ങളെ കൊണ്ടായാലും ശ്ലോകമന്ത്രങ്ങളെ കൊണ്ടായാലും ഒക്കെ സ്തുതിക്കും. ആ പുണ്യശ്ലോകനാണ്. ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ചെയ്ത പുണ്യത്തെ പറയുന്ന ഒരു ഭാവം, അതിനെ സ്തുതി, ഈഡനം ചെയ്യുക, ഈഡ്യ. അങ്ങനെ പുണ്യശ്ലോക ഈഡ്യ കർമ്മണ, പുണ്യശ്ലോക ഈഡ്യ കർമ്മണ, ഭഗവാനെ സ്തുതിക്കുന്ന കർമ്മം ചെയ്യുന്നവരുടെ ആ കർമ്മത്തെ ആരാണ് കേൾക്കാതിരിക്കുക എന്നതാണ് ചോദ്യം. ശുദ്ധികാമന്മാരായിട്ടുള്ള മുക്തി ആഗ്രഹിക്കുന്ന ഭക്തന്മാർ ഇത് കേൾക്കാതിരിക്കില്ല. ശുദ്ധികാമഹ ന ശൃണുയാത്, അവരെ ശുദ്ധികാമന്മാർ ഒരിക്കലും കേൾക്കാതിരിക്കില്ല. ന ശൃണുയാത്, കാരണം ഈ പുണ്യശ്ലോക ഭഗവാന്റെ യശസ് അതിനെയാണ് ഈഡനം ചെയ്യുന്നത്. അപ്പോൾ സ്തുതിക്കുന്നത്, അത് യശസ്സിനെ ഈഡനം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കലിമല അപഹം, കലിയുടെ മലങ്ങളെ മുഴുവൻ ഇല്ലാണ്ടയാക്കുക എന്നത് ചെയ്യും. അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങളെ നമ്മൾ വാഴ്ത്തുന്നത്, കേൾക്കുന്നതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും, സ്തുതിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. ഭഗവാന്റെ കഥ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമാണ് എന്ന് ആരെ കേൾക്കാതിരിക്കുക എന്നതാണ്. കോ വാ ഭഗവതഃ തസ്യ പുണ്യശ്ലോക ഈഡ്യകർമ്മണ ശുദ്ധികാമഃ ന ശൃണുയാത് യശഃ കലിമല അപഹം. കോ വാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേഡ്യകർമ്മണ ശുദ്ധികാമോ ന ശൃണുയാത് യശഃ കലിമലാപഹം. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭിഃ ബ്രൂഹി ന ശ്രദ്ധാനാനാം ലീലയാ ദധത കലാം. ലീലയാ, ഭഗവാൻ ചെയ്യുന്നതൊക്കെ കളിയായിട്ടാണ്, നമ്മൾ ചെയ്യുന്നതൊക്കെ കാര്യമായിട്ടാണ്. കാരണം ഭഗവാന് ഇതെല്ലാം ഒരു കുട്ടിക്കളി പോലെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ലീലയ എന്ന് പറഞ്ഞത്, ഇപ്പോൾ ഹിരണ്യകശിപുവിനെ വധിച്ചു.
അത് ഭഗവാനെ സംബന്ധിച്ചൊരു ലീലയാണ്. പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു, അതും ഭഗവാന്റെ ഒരു ലീലയാണ്. പ്രഹ്ലാദനോട് പ്രത്യേകിച്ച് വാത്സല്യമോ ഹിരണ്യകശിപുവിനോട് ദേഷ്യമോ ഇല്ല. ഹിരണ്യകശിപുവിനെ വധിച്ച ആ നരസിംഹമൂർത്തിയുടെ കോപം ശമിക്കാഞ്ഞിട്ട് മഹാദേവൻ ശരഭവേഷം സ്വീകരിച്ചു എന്നൊക്കെ ഒരു കഥ ശിവപുരാണത്തിലുണ്ട്. ഭഗവാനെ സംബന്ധിച്ച് അതും ലീലയാണ് എന്ന് സാരം. മഹാദേവൻ്റെയും ലീലയാണ്, ഭഗവാന്റെയും ലീലയാണ്. ഭയം എന്നുള്ളത് നരസിംഹമൂർത്തിയെ സ്മരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുകയേ ഇല്ല. ആ ഹിരണ്യകശിപുവിനെ വധിച്ച സമയത്ത് ചോര കുടിച്ചു, മാല കുടൽമാലയായിട്ടാണ് ഇട്ടത്. കുടൽമാല തൻ്റെ ശരീരത്തിൽ മാലയായിട്ടാണ് ഇട്ടത്. മേല് മുഴുവൻ രക്തവും മാംസവും. നാവ് ഇങ്ങനെ നീട്ടിയിട്ടുള്ള സിംഹത്തിൻ്റെ തല, മുഖം ഒക്കെ, സട ഒക്കെ ഉണ്ട്, കഴുത്ത് വരെ. ശരീരം മനുഷ്യൻ്റെ. ആ ഒരു രൂപം ആരാണോ സ്മരിക്കുന്നത് അവർക്ക് ഭയം എന്നുള്ളത് പിന്നീട് വരില്ല. അപ്പോൾ കാളി എത്രത്തോളം നമ്മളങ്ങനെ പറയാറുണ്ട്, കാളിയാണ് ഏറ്റവും ഭയമെന്ന്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഭയത്തെ ഉണ്ടാക്കി എന്നാണ്. അപ്പോൾ ശിവപുരാണത്തിൽ പറയണത് ആ ഭയം ലോകത്തിന് പോലും പേടിയാക്കപ്പെട്ടു. അപ്പോൾ അതിനേക്കാൾ വലിയൊരു രൂപം മഹാദേവൻ സ്വീകരിച്ചു, അതാണ് ശരഭം. എന്നിട്ടാണ് പേടിയെ തീർത്തത്. ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യമുണ്ട്. നരസിംഹാവതാരത്തിന് ഭയത്തെ തീർക്കുക എന്നതാണ് ലക്ഷ്യം. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ലീലയാ ദധത, അതാണ് ലീലയാ കലാഹ, കലകളെ, ദധത ഭയപ്പെടുത്തുക, അതൊരു കലയാണ്. ജ്ഞാനകല, കപിലമൂർത്തിയാണ് വെച്ചാൽ ജ്ഞാനകലയാണ്. ഓരോരുത്തർക്കും ഓരോ കലയുണ്ട്. 16 കലയുണ്ട് ശ്രീകൃഷ്ണൻ, പരിപൂർണതമൻ. അപ്പം അങ്ങനെ ലീലയാ കലാഹ ദധത, ഈ കളിയായിട്ട് ഈ കലകളെ ധരിച്ചിരിക്കുന്ന തസ്യ, ആ ഭഗവാന്റെ ഉദാരാണി, അതിമഹത്തായിട്ടുള്ള ഉദാരമായിട്ടുള്ള സൂര്യഭിഹി, മഹാത്മാക്കൾ, ഈ പണ്ഡിതന്മാർ പരിഗീതാനി, വളരെയധികം നന്നായിട്ട് തന്നെ ഗീതം ചെയ്യപ്പെട്ടു, പാട്ടുപാടി. കീർത്തനം ശ്ലോകമന്ത്രാവാം, അല്ലെങ്കിൽ കീർത്തനങ്ങൾ തന്നെ ആവാം, സ്തുതികളാവാം. ഏതായാലും അങ്ങനെ വിദ്വാൻമാർ പരിഗീതാനി കീർത്തിക്കപ്പെട്ടപ്പോൾ കർമാണി, അതൊക്കെ കർമ്മമാണ്. ആ കർമ്മങ്ങളെ ശ്രദ്ധധാനാനാം, പരമഹംസന്മാർ ഈ ഭഗവാന്റെ ലീലകളെ ഇങ്ങനെ കീർത്തനം ചെയ്തത് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്ന ഞങ്ങൾക്ക്, ശ്രദ്ധധാനാനാം നഹ ബ്രൂഹി, ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ബ്രൂഹി പറഞ്ഞാലും, അല്ലയോ സൂത, ആ പരമഹംസന്മാർ ഭഗവാന്റെ ഈ ലീലകളെ പറഞ്ഞത് ഞങ്ങളോട് പറയണേ എന്ന് പറയാണ്. അത്രയേ ഉള്ളൂ. അതാണ് ഭാഗവതം. പാരമഹംസ്യ ആണ്, പരമഹംസന്മാരെ കൂട്ടിച്ചേർക്കപ്പെട്ടതാ, സംഹിതായാം, സംഹിതകളെ കൂട്ടിച്ചേർക്കപ്പെട്ടതാ. അപ്പോൾ തസ്യ കർമാണി ഉദാരാണി, ആ ഭഗവാന്റെ ഈ കർമ്മങ്ങളെല്ലാം, ഉദാരമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം, അതിനെ പരിഗീതാനി, നന്നായിട്ട് തന്നെ ഗീതം ചെയ്യപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലും അത് ഭഗവാന്റെ മാക്സിമത്തിൽ എന്ന നിലയ്ക്കും പരിഗീതം ചെയ്യപ്പെട്ടു. സൂര്യഭീഹി, പണ്ഡിതന്മാരാലാണ് ചെയ്യപ്പെട്ടത്, പരമഹംസന്മാരാൽ കീർത്തിക്കപ്പെട്ടു. ബ്രൂഹി നഹ, അത് ഞങ്ങളോട് പറയൂ. ഞങ്ങളുടെ ഒരു അവസ്ഥ എന്താ? ശ്രദ്ധധാനാനാം, ഈ ശൗനകാദി മഹർഷിമാർ പറയാ, ഞങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടിരിക്കുക. ഈ ഭഗവാന്റെ ലീലയാ ദധതഃ കലാഹ, ആ തസ്യ ഭഗവാന്റെ ലീല കാണിക്കുന്ന രീതിയിൽ, കുട്ടിക്കളി കാണിക്കുന്ന രീതിയിൽ സ്വീകരിച്ചതായിട്ടുള്ള ഈ കലകൾ, ഏതൊക്കെ കലയാച്ചാൽ അതൊക്കെ ഭക്താനുഗ്രഹം, നിഗ്രഹാനുഗ്രഹം. ഹിരണ്യകശിപുവിനെ മുക്തി കൊടുത്ത് അനുഗ്രഹിച്ചത് നിഗ്രഹാനുഗ്രഹം. പ്രഹ്ലാദനെ അനുഗ്രഹിച്ചത് ഭക്താനുഗ്രഹം. അപ്പോൾ തസ്യ കർമാണി ഉദാരാണി പരിഗീതാനി സൂര്യഭിഹി ബ്രൂഹി നഹ ശ്രദ്ധധാനാനാം ലീലയാ ദധത കലാഹ. ആ ഭഗവാന്റെ ഈ കർമ്മങ്ങളെ, ഉദാരമായിട്ടുള്ള കർമ്മങ്ങളെ, ഉദാരമായിട്ട് തന്നെയാണ് എത്രത്തോളം മാക്സിമത്തിൽ സ്തുതിക്കാൻ പറ്റുമോ, നന്നായിട്ട് പറയാൻ പറ്റുമോ, അതെല്ലാം പാട്ടായിട്ട് പറഞ്ഞു ഈ പണ്ഡിതന്മാരെ. അത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ ബ്രൂഹി.
ഞങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടിരിക്കുക. ആ ഭഗവാന്റെ ലീലകളെ ഭഗവാൻ കളിയായിട്ടാണ് എടുത്തതെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിനെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹിന ശ്രദ്ധാനാനാം ലീലയാ ദധത കലാം അഥാഖ്യാഹി ഹരേർധീമന്നവതാരകഥാശുഭ ലീല വിദധത സ്വൈരം ഈശ്വരസ്യാത്മമായ. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആദ്യം ചൊല്ലിയ ശ്ലോകം ഇതാണ്. ആദ്യത്തെ എപ്പിസോഡിൽ അത് കാണാം. അഥ അനന്തരം സ്വൈരം ഭഗവാന്റെ ഇച്ഛ കൊണ്ട് ആത്മമായ ഭഗവാൻ തന്നെ മായ പ്രയോഗിച്ചുകൊണ്ടാണ് ലീലാഹ ഈ പലതരം കളികളെ ചെയ്തു ഭഗവാൻ. വിദധത അത് വിധാനം ചെയ്യാണ്, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ് ലീലകളായിട്ട് കളികൾ. ഈശ്വരസ്യ ആ ഭഗവാന്റെ, ഈശ്വരൻ്റെ എല്ലാം നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ, ഹരേഹേ ഹരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ, ശുഭാഹ കഥ അവതാര കഥാഹ ശുഭങ്ങളായിട്ടുള്ള അവതാര കഥകൾ, ഭക്ത അനുഗ്രഹ കഥകൾ. അത് ധീമൻ അല്ലയോ ബുദ്ധിമാനായിട്ടുള്ള സൂത. അവിടെ സൂതനാണല്ലോ പറയുന്നത്, അതുകൊണ്ട് ബുദ്ധിമാനായിട്ടുള്ള. അവിടെ സൂതൻ അല്ലെങ്കിൽ ആചാര്യ, ഗുരു, ശ്രീ ശുഖബ്രഹ്മർഷേ, ആരോട് വേണിച്ചാൽ പറയാം, സനകാദി മഹർഷിമാരെ, നാരദ, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇവിടെ പറയുന്നത് സൂതനാണ്. അതുകൊണ്ട് ശൗനകാദി മഹർഷിമാർ പറയുകയാണ് സൂത ബുദ്ധിമാനായിട്ടുള്ള. സൂത എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. ആഖ്യാഹി പറഞ്ഞാലും, അഥ ആഖ്യാഹി ഇപ്പോൾ അനന്തരം പറഞ്ഞോളൂ, പറയൂ, ഹരേഹേ ഹരിയുടെ, ധീമൻ അല്ലയോ ബുദ്ധിയുള്ള ഗുരു. സൂത അവിടെ ഇല്ല, സൂത ഇല്ല, ഗുരു ഇല്ല, ഒന്നുമില്ല. ബുദ്ധിയുള്ള വക്താവേ എന്നർത്ഥം. ധീമൻ അവതാര കഥാഹ ശുഭാഹ. ആരുടെ അവതാരം? ഹരേഹേ അവതാര കഥാഹ ശുഭാഹ. അവതാര കഥകളൊക്കെ ശുഭങ്ങളാണ്, ശുഭത്തെ പ്രദാനം ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും സമയം ഏതായാലും മറ്റൊരു ചീത്ത പ്രവൃത്തി നമ്മൾ ചെയ്യില്ലല്ലോ. ഒരു പക്ഷേ അപൂർവമായിട്ട് മനസ്സിലൂടെ ഏതെങ്കിലും ഈ ചീത്ത വിചാരങ്ങൾ വന്നുകൂടായികയില്ല. അതൊഴിച്ച് ബാക്കിയൊന്നും നമ്മൾ ചെയ്യില്ല. വേറെ വാക്കുകൾ പറയണില്ല, അതേപോലെ തന്നെ പ്രവൃത്തി ചെയ്യുന്നില്ല, ഹിംസാദികൾ ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു ഭാഗ്യമാണ്. ഈ പറയുന്നത് ഹിംസയായിട്ട് തോന്നിയാൽ മാർഗമില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെയുണ്ട് ചിലപ്പോഴേ. അപ്പോൾ പലതരത്തിലാണല്ലോ നമ്മൾ ഭാഗവതത്തെ എടുക്കുക. അപ്പോൾ അവതാര കഥാഹ ശുഭാഹ, അവതാര കഥകൾ പറയുമ്പോൾ ശുഭായിട്ടാണ് വരിക. കേൾക്കുക ആ രീതിയിൽ കേൾക്കണം, പറയുന്നത് ആ രീതിയിൽ പറയണം. കാരണം ഭഗവാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലീലാഹ, ലീലയായിട്ടാണ്. വിദധ അത് വിന്യസിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിധാനം ചെയ്തിരിക്കുന്നത്. ഭഗവാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ലീലയായിട്ടാണ്. ഏത് കലകളോടുകൂടി വന്നാലും ശരി. സ്വൈരം അത് ഭഗവാന്റെ സ്വൈര സഞ്ചാരമാണ്. അപ്പോൾ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചേ ഭഗവാൻ ചെയ്യാറുള്ളൂ, അല്ലാണ്ട് വേറെ ആൾ പറഞ്ഞു വെച്ചിട്ടല്ല അത് ചെയ്യണത്. ആവശ്യപ്പെട്ടാൽ ചെയ്യും, ഇല്ല എന്നല്ല. ആവശ്യപ്പെട്ടാൽ ഭഗവാൻ ഹിതമാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. ദേവന്മാരൊക്കെ കൂടിയിട്ട് ഹിരണ്യകശിപു ഞങ്ങളെ വല്ലാണ്ട് ദ്രോഹിക്കണു ഭഗവാൻ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി, കേട്ടില്ല, പ്രത്യക്ഷപ്പെട്ടില്ല. മനസ്സിൽ ഓരോരുത്തരെയും മനസ്സിലാണ് തോന്നിച്ചു. എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ മകൻ പ്രഹ്ലാദൻ ആ ഉണ്ണിയെ എൻ്റെ ഭക്തനായിട്ട് ജനിക്കും, ആ ഉണ്ണി ദ്രോഹിക്കപ്പെടുന്നത്, അപ്പോൾ ഞാൻ അവതാരം ചെയ്തോളാം. ഇത് ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിൽ ഒരേ സമയത്താണ് തോന്നിച്ചു ഭഗവാൻ. പ്രത്യക്ഷമായി ഒന്നുമില്ല. അപ്പോൾ അത് ലീലയല്ലാന്ന് എങ്ങനെയാ, അതിന് ലീലയല്ലാണ്ട് എങ്ങനെ നമ്മൾ കാണുക? അതാണ് എല്ലാവർക്കും ഒരേ സമയത്താണ് തോന്നുകയാണ്. ആ തോന്നിയപ്പോൾ ഇതാ എനിക്ക് എൻ്റെ ഉള്ളിലൊരു ഇൻഡ്യൂഷൻ ഉണ്ടായി. ഭഗവാൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഹിരണ്യകശിപുവിനൊരു മകൻ ഉണ്ടാവുന്നുണ്ട് അത്രേ കയാധുവിൽ. അദ്ദേഹത്തിനെ ആ ഉണ്ണിയെ ദ്രോഹിക്കാൻ എപ്പോഴാണോ ഭഗവാൻ തുടങ്ങണമെന്ന് വെച്ചാൽ, ഈ അച്ഛൻ തുടങ്ങണമെന്ന് വെച്ചാൽ, അപ്പോൾ അച്ഛനെ വധിക്കാൻ ഞാൻ വന്നോളാന്ന്. അതന്നെ എന്നോടും പറഞ്ഞ്. എപ്പോൾ? ഇതപ്പോൾ. അപ്പോഴേക്കും മറ്റാൾ എന്നോടും തന്നെയാണ് പറഞ്ഞ്. എല്ലാവരും, ഇപ്പോൾ ബ്രഹ്മാവ് ഉൾപ്പെടെ എല്ലാവർക്കും ഉള്ളിലാണ് തോന്നിക്കുകയുണ്ടായത്. അപ്പോൾ സന്തോഷമായി. ഇങ്ങനെയാണ് ഒക്കെ ലീലയായിട്ടാണ്. അവതാര കഥാഹ ധീമൻ അല്ലയോ ബുദ്ധിയുള്ള വക്താവേ സൂത ആഖ്യാഹി പറഞ്ഞാലും സ്വൈരം ഈശ്വരസ്യ ആത്മമായയാ. ഇതെല്ലാം ഭഗവാൻ ആത്മമായ കൊണ്ടാണ് ചെയ്യണത്. ഭഗവാന്റെ തന്നെ മായയാണ്. അത് സ്വൈരം ആണ്, സ്വേച്ഛ, അതാണ്. അപ്പം അതുകൊണ്ട് അത് പറയൂ.
അഥാഖ്യാഹി ഹരേർധീമൻ അവതാരകഥാ ശുഭാ ലീലാവിദധത സ്വൈരം ഈശ്വരസ്യ ആത്മമായയാ ഹരേഹ ധീമൻ അവതാര കഥാഹ ശുഭാഹ. ചിലപ്പോൾ ഈ നകാരം അവിടെ ന എന്ന് പ്രയോഗിക്കേണ്ടി വരുന്ന സമയത്ത് അത് ഗോപ്യമല്ലാതെ കണ്ട് പുറമേക്ക് അർത്ഥമായിട്ട് വരും. അത് എപ്പോൾ വരും എന്നുള്ളത് അതാത് സമയത്ത് പറയാം. ഇപ്പോൾ ഹരേഹേ ധീമൻ, ധീമൻ അവതാര കഥാഹ ശുഭാഹ, അത്രയേ ഉള്ളൂ. അവിടെ നകാരമില്ല. അങ്ങനെയാണ്. ഒന്നര നകാരം പോവും. ധീമൻ ചില്യക്ഷരമായിട്ട് മാറും. മറ്റു നകാരം കാണില്ല. അതാണ് അഥ ആഖ്യാഹി അഥാഖ്യാഹി ഹരേർധീമൻ അവതാര കഥാശുഭ ലീലാവിദധത സ്വൈരം ഈശ്വരസ്യാത്മമായയാ സ്വൈരം ഈശ്വരസ്യാത്മമായയാ. ഇനി 19ാമത്തെ ശ്ലോകം. വയം തു ന വിതൃപ്യാമ ഉത്തമശ്ലോകവിക്രമേ യത് ശൃണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ. യത് യാതൊന്നിനെയാണോ ശൃണ്വതാം ശ്രവിക്കുന്നത്, കേൾക്കുന്നത്, രസജ്ഞാനാം രസം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നും രസം അറിയുന്നവർക്ക് എന്നും, പതേ പതേ ഓരോ ശ്ലോകം തോറും, ഓരോ വാക്കുകൾ തോറും, ഓരോ അക്ഷരം തോറും സ്വാദു സ്വാദു, എത്രയെത്രയാ സ്വാദ് ചോദിച്ചാൽ അറിയില്ല. പതേ പതേ സ്വാദു സ്വാദു, സ്വാദു സ്വാദു പതേ പതേ. അപ്പോൾ അത് സ്വാദ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഓരോ പദം തോറും. എന്താ കാരണം? ഉത്തമ ശ്ലോക വിക്രമേ, ഉത്തമ ശ്ലോകനാൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ പ്രവൃത്തികളും, പ്രവൃത്തിയില്ല, നിവൃത്തിയുണ്ടോ? അതുമില്ല. ലീലയാ ചെയ്യുന്നതായിട്ടുള്ള ഓരോന്നും നമുക്ക് തോന്നും അത് പ്രവൃത്തിയാണ് എന്ന്, അത്രയേ ഉള്ളൂ. ആ പ്രവൃത്തികളെ കൊണ്ട് തോന്നുന്നതായിട്ടുള്ള ഈ കാര്യങ്ങൾ അത് സ്വാദു സ്വാദു പതേ പതേ. പിന്നെയോ വയം തു ഞങ്ങളാവട്ടെ, ഈ ശൗനകാദി മഹർഷിമാരാവട്ടെ, എന്നാ വിതൃപ്യാമ എത്ര കിട്ടിയാലും പോരാ പോരാ പോരാ. ലോഭം. ശൗനകാദി മഹർഷിമാർക്ക് ലോഭം ഉണ്ട്. എന്തിനാ ലോഭമുള്ളത്? ഭഗവാന്റെ കഥ കേട്ടിട്ട് മതിയാവണില്ല, വീണ്ടും വീണ്ടും കേൾക്കണം. അപ്പോൾ ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് മതി വരുന്നില്ല എന്ന ലോഭം അവർക്ക്. നമുക്ക് ഇത് പറഞ്ഞത് അധികമുണ്ട് എന്ന് തോന്നല്. ഇത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ അതിൻ്റെ ഒരു വ്യാഖ്യാനത്തോടു കൂടി കിട്ടുക, അത് ഈ ആചാരനാവണം എന്നുള്ള മോഹത്തോട് കൂടിയിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ ഒരു താല്പര്യം എത്രയും ഉണ്ടാവും എന്നുള്ളത് അത് അനുഭവിച്ചാലേ ശരിക്കും മനസ്സിലാവുള്ളൂ. ഒന്നും അറിയില്ല, അറിയണതൊക്കെ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആചാരനാവാൻ പറ്റുക? എങ്ങനെയാണ് ഈ വിവരങ്ങൾ ഇങ്ങനെ വരണത്? അനവധി ഗ്രന്ഥം പഠിച്ചാലാണ് കുറച്ച് വിവരം കിട്ടുള്ളൂ. അത് ഈ ഷാർപ്പായിട്ടുള്ള മൈൻഡ് ആണെങ്കിൽ വളരെ എളുപ്പമാണ്. കൂർമ്മ ബുദ്ധി ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഒറ്റ തവണ വായിച്ചാലൊക്കെ കിട്ടും. ഈ മഹാപണ്ഡിതന്മാർ ഒരു 10,000 ആൾക്കാരെയൊക്കെ മുമ്പിൽ എത്തിക്കൊണ്ട് പ്രത്യേകമായിട്ടൊരു പീഠത്തിലിരുന്നു കൊണ്ട് അവർ ശ്ലോകത്തിൻ്റെ നമ്പറൊക്കെ പറഞ്ഞിട്ട്, മലയാളത്തിൽ അങ്ങനെ കഷ്ടിയാവും, ഉത്തരേന്ത്യയിലൊക്കെ ധാരാളമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവർ ശ്ലോകത്തിൻ്റെ നമ്പറൊക്കെ പുസ്തകം നോക്കിയിട്ടല്ല പറയണത്, ഒക്കെ നോക്കാതെ കണ്ട് ഇങ്ങനെ പറയും. നല്ലോണം വേദം പഠിച്ച വിദ്വാൻമാർ, വേദപണ്ഡിതന്മാർ, ആരോഹണ അവരോഹണം ചെയ്ത് കടന്നിരിക്കലൊക്കെ കടന്ന ആ മഹാപണ്ഡിതന്മാർ, അവർ വേദം പഠിച്ചതിൻ്റെ ശേഷം സംസ്കൃതം പഠിച്ച് പാണ്ഡിത്യം നേടിയിട്ടാണ് എങ്കിൽ, ഈ ബുദ്ധി ഷാർപ്പ് മൈൻഡ് ആണെങ്കിൽ അവർക്കും ഇതേപോലെയൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ അവർക്ക് ഈ വാഗ്മിത്വം അതിനെ കുട്ടിക്കാലത്ത് പരിശീലിപ്പിച്ചില്ല. കാര്യം പറയാൻ പറ്റില്ല. അപ്പോൾ പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പഠനം. അപ്പോൾ ഇപ്പോൾ അവർക്ക് നല്ലോണം പറയാൻ പറ്റും. പണ്ട് പഠിക്കുകയേ വേണ്ടൂ, പ്രയോഗിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത് പറയേണ്ടി വരില്ല, അപ്പോൾ ശീലം ഉണ്ടാവില്ല. വാക്ക് ഉച്ചരിക്കുമ്പോൾ സ്വരിച്ച് ഉച്ചരിക്കാൻ അവർ മിടുക്കന്മാരായിരിക്കും. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റും. പക്ഷേ പ്രഭാഷണം അതവർ ചെയ്യില്ല. കാരണം ചെയ്ത് ശീലിച്ചില്ല. അതുകൊണ്ട അവർ ചെയ്ത് ശീലിച്ചിരുന്നു എങ്കിൽ അവരെ മറികടക്കാൻ, കേരള ബ്രാഹ്മണരെ മറികടക്കാൻ മറ്റൊരാൾക്ക് സാധ്യമല്ല. കുട്ടിക്കാലത്ത് തന്നെ ഈ 3-3.5 വയസ്സ് മുതൽ അച്ഛനമ്മമാരിൽ നിന്നും ഉപനയനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുക്കന്മാരിൽ നിന്നും
ക്രമേണയായിട്ട് കിട്ടുന്ന ഈ വേദ പഠനം, അതിനുശേഷമുള്ള ശാസ്ത്ര പഠനം, സംസ്കൃത പഠനം, വേദം, വേദാന്തം, പുരാണം തൊട്ടുള്ള പലതും പഠിക്കുന്ന ഒരു ആള് ഈ പ്രസംഗം കൂടി ശീലിച്ചിരുന്നുവെങ്കിൽ കേരള ബ്രാഹ്മണരെ മറികടക്കുക എന്നുള്ളത് അസാധ്യം. അപ്പോൾ അതങ്ങനെയല്ല ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ശൗനകാദി മഹർഷിമാർ പറയുകയാണ്, ഞങ്ങൾക്കിത് എത്ര കേട്ടിട്ടും വിതൃപ്യാമ എന്നാ വിതൃപ്യാമ, ഞങ്ങൾ തൃപ്തി വരുന്നില്ല, എന്നാ വിതൃപ്യാമ, അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എത്ര പറഞ്ഞാലും അത് പോരാ, ലോഭമുണ്ട് എന്ന് സാരം. നമുക്ക് ലോഭം മറ്റു കാര്യങ്ങളിലാണ്, ഇവർക്ക് ലോഭം ഈ കഥ കേൾക്കലിലാണ്. വയം തു ന വിതൃപ്യാമ, ഞങ്ങളാവട്ടെ ഇത് കഥ കേട്ട് തൃപ്തി വരണില്ല, വീണ്ടും വീണ്ടും പറയൂ, വീണ്ടും വീണ്ടും പറയൂ. ഉത്തമ ശ്ലോക വിക്രമേ, ഈ ഭഗവാന്റേതായിട്ടുള്ള വിക്രമങ്ങൾ, അക്രമങ്ങൾ, അതിക്രമങ്ങൾ, വിക്രമങ്ങൾ, വിചിത്ര ക്രമങ്ങളൊക്കെ ഉണ്ട്. ഭഗവാനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് പറയുക ചോദിച്ചാൽ ശരി, അത്രയും കൂടുതലുണ്ട്. ഏതായാലും ഭഗവാൻ ചെയ്തതൊക്കെ ലീലയാ ആണ്. ഹിരണ്യകശിപുവിനോടോ ഹിരണ്യാക്ഷനോടോ ഒരു വിരോധമില്ല. അതേപോലെ ലക്ഷ്മിയോടോ രുക്മിണിയോടോ ഈ പ്രഹ്ലാദനോടോ ഒരു താല്പര്യമില്ല. താല്പര്യമുണ്ട് എന്ന് തോന്നിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പറയുമ്പോൾ എന്താ ഇങ്ങനെ പറയണ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. സത്യം അതാണ്. കാരണം ഞാനാണ് എന്നെ ഉയർത്തേണ്ടത്, ഞാനാണ് ഭഗവാങ്കൽ എത്തേണ്ടത്, ഞാൻ തന്നെ വേണം നടന്നിട്ട്. ഭഗവാൻ കൈ പിടിക്കുന്നൊക്കെ പറയുകയൊക്കെ ശരിയാ, പക്ഷേ സംഗതി ഇങ്ങനെയാ, ഞാൻ തന്നെ വേണം. അതുകൊണ്ട് ഉത്തമ ശ്ലോക വിക്രമൻ്റെ കഥകളെ ഏത് ശൃണ്വതാം, എത്ര കേട്ടാലും എന്നാ വിതൃപ്യാമ. അതായത് കാരണം എന്താ, കാരണം അത്രയും രസം ആണ് അതിലുള്ളതേ. മാത്രമല്ല അത് ജ്ഞാനമാണ്, രസത്തോടു കൂടിയിട്ട് അറിയണം എന്ന് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് സ്വാദു സ്വാദു പതേ പതേ ആയിട്ടുള്ള ഈ കഥകളെ, ആ വീരങ്ങളെ മുഴുവൻ നമുക്ക് എന്ത് വേണം, പറയുക തന്നെ വേണം, എന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ വയം തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യത് ശൃണ്വതാം രസജ്ഞാനം സ്വാദു സ്വാദു പതേ പതേ. അപ്പോൾ ഭഗവാന്റെ ആ ലീലയാ ചെയ്തതായിട്ടുള്ള പ്രവൃത്തികളെ ഞങ്ങളോട് പറയൂ, ഞങ്ങൾക്കത് കേട്ടിട്ട് മതി വരുന്നില്ല, ഇങ്ങനെ പറഞ്ഞു. ഇനി 20ാമത്തെ ശ്ലോകം നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ 16, 17, 18, 19 ഇത്രയും ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നാരായണ നാരായണ നാരായണ.